വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയേണ്ടത് ഇതിന് കുറച്ച് തിയറി പോർഷൻസ് ആണ്. അത് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡിങ് അപ്പോൾ ഇതാണ്: linear equation in two variables. Linear equations in two variables. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധാരണ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഇപ്പോൾ സ്ഥിരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് പറയുവാനായിട്ടുള്ള കാരണം. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നുള്ളത് നോക്കാം. അതായത് ഞാനിപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ എഴുതുകയാണ്: AX + BY + C = 0. അല്ലെങ്കിൽ വേറൊരു മെത്തേഡിൽ എഴുതുകയാണ്: AX + BY = C. ഇതിൽ ABC എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ് എന്ന് വിചാരിക്കുക. AB ആൻഡ് C ഇത് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇക്വേഷൻസിനെ ജനറലി പറയുന്ന പേരാണെന്ത്? ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻ? ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം AX + BY + C = 0 or AX + BY = C, where A, B and C are എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഒപ്പം തന്നെ ഒരു പോയിന്റ് പറയുന്നുണ്ട്: എ എന്ന് പറയുന്നത് ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അതുപോലെ തന്നെ ബി ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആവാനും പാടില്ല. ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഇവിടുത്തെ വേരിയബിൾസ് ആരാണ്? എക്സും വൈ അല്ലേ. സോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ തന്നെ പറയാം: ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം AX + BY + C = 0 or AX + BY = C, where A, B and C are real numbers and A not equal to 0, B not equal to 0 is called a linear equation in 2 variables X and Y എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ നോക്കാം. 2x + 3y = 5. അപ്പോൾ ഇതിൽ 2 എന്ന് പറയുകയാണെങ്കിൽ എക്ക് ഈക്വലൻ്റ് ആണ്. 2 എന്ന് പറഞ്ഞ 0 അല്ല. 3 എന്ന് പറയുകയാണെങ്കിൽ അത് ബിന് ഈക്വലൻ്റ് ആണ്. 5 എന്ന് പറയുന്നത് സിക്ക് ഈക്വലൻ്റ് ആണ്. എക്സും വൈയും ഇവിടെ എന്താണ്? റിയൽ നമ്പേഴ്സാണ്. 0 അല്ലാത്ത നമ്പേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. വേറെ എക്സാമ്പിൾ നോക്കാം. x - 3y = 5. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1x - 3y = 5 എന്ന് എഴുതാം. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എ ആണ്, 3 എന്ന് പറഞ്ഞാൽ അത് ബി ആണ്, 5 എന്ന് പറഞ്ഞാൽ അത് സി ആണ്. സോ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. അടുത്ത എക്സാമ്പിൾ നോക്കാം. √5x - √2y = 0. ഇതും എന്താണ്? അപ്പോൾ √5 എന്ന് പറയുകയാണെങ്കിൽ എ ആണ്, √2 എന്ന് പറയുകയാണെങ്കിൽ ബി ആണ്, 0 എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? 0 എന്ന് പറയുന്നത് സിക്ക് ഈക്വലൻ്റ് ആണ്. കിട്ടിയില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു A not equal to 0, B not equal to 0 എന്ന് പറഞ്ഞില്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും കൂടി നമുക്കിത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. A² + B² നോട്ട് ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനും കൂടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഭംഗിയായിട്ട് പറയാം. അതായത് A not equal to 0 പറഞ്ഞു, B not equal to 0 പറഞ്ഞു. ഇതിന് ഈക്വലൻ്റ് ആയിട്ട് പറയാൻ പറ്റാവുന്ന മറ്റൊരു കണ്ടീഷനാണ് എന്ത്? A² + B² നോട്ട് ഈക്വൽ ടു 0. ഇതാണ് എന്ത്? ബേസിക് ആയിട്ട് ഇതിലൂടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു കേട്ടോ.
ലീനിയർ ഇക്വേഷൻ്റെ കണ്ടീഷനായിട്ട് താഴെ പറയുന്നത് ഏതാണ് പോസിബിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ക്ലിയർ. അപ്പോൾ ഇതാണത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം.